ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്ന് നമുക്കൊരു ഓംലെറ്റ്, അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതിന് നമുക്കിവിടെ ആവശ്യമുള്ള സാധനങ്ങളാണ്: ഒരു സവാളയുണ്ട്, ഒരു വലിയ തക്കാളിയുണ്ട്, ഒരു 4 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്, പിന്നെ ഒരു പച്ചമുളകും ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ. പച്ചമുളക് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് തേങ്ങ ചിരിയത് വേണം, കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങയും വേണേ. ഇത്രയും കൂടെ നമ്മളൊരു പാത്രത്തിനകത്തോട്ട് നമ്മൾ ഈ 4 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങ ചിരികിയതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനകത്ത് കുറച്ച് ഉപ്പും, ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് എടുത്തത് കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് അടിച്ച് നല്ല ഭംഗിയായിട്ട് നമ്മൾ സ്പൂണിനോ ഫോർക്കിനോ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അപ്പോഴത്തേനും ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാവണേ. ആ പാൻ ചൂടായി കഴിയുമ്പോഴേ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നല്ല ഇതായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ മിക്സ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് എല്ലാം ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ പോവുക കേട്ടോ. ഇത് നമ്മൾ മക്കൾക്കും നമുക്കും എല്ലാം കഴിക്കാൻ കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത്. ഇതിപ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ഇതെല്ലാം അതിനകത്ത് പരുവത്തിൽ കിട്ടണം. മിക്സിങ്ങിലിരിക്കും നമ്മുടെ ആ ഒരു കാര്യമേ. എന്നിട്ട് നമ്മൾ പാൻ വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇതൊഴിച്ച് കൊടുത്തിട്ട് തീ കുറച്ചിട്ടേക്കുക. പെട്ടെന്ന് അടുക്കി പിടിക്കരുത്, കാരണം ഇതെല്ലാം വേവണം. നല്ല പോലെ വെന്തിട്ട് വേണം നമുക്ക് തിരിച്ചിടാൻ. ഇച്ചിരി പാടാട്ടോ, എങ്കിലും നമുക്ക് പറ്റും തിരിച്ചിടാനും. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ടൊക്കെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഒരുപോലെ ആക്കി കൊടുത്തിട്ട് നമുക്കിത് ഇളകി കിട്ടാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടിപ്പാണ്. നമ്മളൊരു ശകലം എണ്ണ നമ്മൾ സൈഡിൽ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി കേട്ടോ. ആ ചുറ്റിനും ഇങ്ങനെ എണ്ണ തൂവി കൊടുക്കുമ്പോഴത്തേനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതങ്ങ് നല്ലതുപോലെ ഇളകി കിട്ടും നമുക്ക് കേട്ടോ. അപ്പം ഞാനൊരു കുറച്ച് എണ്ണ എടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡും ഇങ്ങനെ നല്ലപോലെ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാവേ. എനിക്കിവിടെ വീഡിയോ എടുത്തു തരുന്നത് മോനാണ്, ഇളയാളാണ് വീഡിയോ എടുത്തു തന്നത് കേട്ടോ. ഇടയ്ക്ക് വെച്ച് അവൻ നമ്മൾ തിരിച്ചിടുന്ന ടൈം ആയപ്പോഴത്തേനും അത് അവനത് വീഡിയോ എടുക്കുകയാണെന്ന് വിചാരിച്ചു, പക്ഷെ അത് ഓണാക്കിയില്ലായിരുന്നു. പിന്നെ ഞാനത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞൊക്കെയാണ് വീഡിയോ ഓണായത്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് സ്കിപ്പായി പോയി കേട്ടോ. ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ട് നല്ല വൃത്തിയായിട്ട് 4 പീസായിട്ട് ഞാനത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനും മക്കളും അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കൂടെ ഞാനത് മുറിച്ച് വെച്ച് ഈ ഒരു പരുവത്തിൽ വെച്ചിട്ടുണ്ട്. തിരിച്ചിടുന്നത് സ്കിപ്പായിപ്പോയി. എന്തായാലും നല്ല അടിപൊളി ഒരു മുട്ട വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാം. ഈ ഒരു രീതി ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ കുട്ടികൾക്കും നമുക്ക് വലിയവർക്കും എല്ലാം കഴിക്കാം. എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേവരേക്കും എല്ലാവർക്കും ബായ്.